അറിയാത്തവരൊപ്പം നെഗറ്റീവ് ഒന്ന് അടിക്കാൻ. അതെ, അറിയാത്തവരാണ് നെഗറ്റീവ് അടിക്കുന്നത്. അറിയാത്തവരുടെ അടുത്ത് പറയുകയാണ് നെഗറ്റീവ് അടിക്കാൻ വരരുത്. ബീബി കൂടിയെന്ന പിന്നെ ദേഷ്യം വരത്തില്ലേ? ചുമ്മാ വന്നിരുന്ന് അങ്ങ് ഉണ്ടാക്കുന്ന കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആരെ സുഖിപ്പിക്കാനായിട്ട് ഇത് അത് അവിടെ ഒരു വോയിസ് റെക്കോർഡ് കയ്യിൽ ഇരിപ്പുണ്ട്. ഈ വിറ്റപ്പഞ്ഞ പറയുന്ന ആളുടെ അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തീരുമല്ല. ബിഷപ്പിനെയാണ് ഇപ്പോ കൊഞ്ഞണം കുത്തി കാണിച്ചത്. ആരുടെ ആളാണ്? ഈ പറയുന്ന രേണുസുധിയുടെ ഉറ്റമ സുഹൃത്ത്. രേണുസുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിഷപ്പിനെയും ഫിറോസിനെയും അങ്ങനെ തുടങ്ങി എല്ലാവരെയും തെറി വിളിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച രേണുസുധിയുടെ കൂട്ടുകാരിയാണ് ഇപ്പോൾ ബിഷപ്പിനെ കൊഞ്ഞണം കുത്തി കാണിച്ചത്. അതായത് ഇവരുടെ കയ്യിൽ എന്തോ ഒരു റെക്കോർഡിംഗ് ഉണ്ട്. അതായത് ഈ ബിഷപ്പിന്റെ വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. അത് ഞങ്ങൾ പുറത്തുവിട്ടാൽ തീരാവുന്നതേ ഉള്ളൂ ബിഷപ്പിന്റെ കഥ. കാരണം ബിഷപ്പിന് വരാനിരിക്കുന്ന അടുത്ത ഒരു കല്യാണം കൂടി മുടക്കിയിരിക്കുകയാണ് ഈ പറയുന്ന സജീന. കാരണം ഈ ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആ കെട്ടാനിരുന്ന പെണ്ണിനെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയുകയാണ്, മേഡം ആ വോയിസ് പുറത്തു വിടരുതേ. പുറത്തു വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇനി അടുത്ത കെട്ട് നടക്കത്തില്ല. അതുകൊണ്ട് പുറത്തു വിടല് കേട്ടോ. നിങ്ങളും പുറത്തു വിടരുത്, നിങ്ങളുടെ ചേച്ചിയായിട്ടുള്ള രേണുവും പുറത്തു വിടരുത്. താഴ്മയായിട്ടുള്ള ഒരു അപേക്ഷയാണേ. നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? നിങ്ങൾ ആ വോയിസ് പുറത്തു വിടൂ. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഈ പറയുന്ന ബിഷപ്പിനെ അങ്ങ് എന്താ പറയുക, അങ്ങ് തകർക്കാൻ പറ്റുന്ന വോയിസ് എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് പുറത്തു വിട്ടേ. ഒന്ന് കേക്കട്ടെ, ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ അതെന്താണെന്ന് വെച്ചാ. എന്തായാലും നിങ്ങൾ ഇറങ്ങി തിരിച്ചു, അപ്പൊ പിന്നെ അത് അങ്ങോട്ട് കാണട്ടെ. എന്തായാലും ഈ സജിന ചേച്ചി പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? അപ്പൊ സജിന ചേച്ചി അങ്ങോട്ട് പറഞ്ഞാട്ടെ കാര്യങ്ങൾ, നമ്മൾ കേക്കട്ടെ അങ്ങോട്ട്. അല്ല പിന്നെ അവര് സൂചിപ്പിക്കണ്ടേ? ബിഷപ്പിനെ സൂചിപ്പിക്കാൻ ഞങ്ങളെ എടുത്തിടേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. വീണ്ടും അതെടുത്തിട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു കേട്ടല്ലോ. അപ്പൊ നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴും ഞാൻ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് ഞാൻ മറുപടി തന്നോണ്ടിരിക്കുക. നിങ്ങളത് വായിക്കുന്ന പോലും എന്ത് വായിക്കാത്തത്? പേടിയാണാ വായിക്കാത്തത്? ചുമ്മാ ഇരുന്നങ്ങ് കൊണോണോണോ പറഞ്ഞിരുന്നങ്ങ് തോന്നിയാസം അങ്ങ് പറയാൻ, എല്ലാവരും അങ്ങ് തോന്നിയാസം പറയാന്നുള്ള ധാരണ വെറുതെയാ. നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ആരുടെ കുത്തകയൊന്നും അല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതെ, ആരുടെയും കുത്തകയൊന്നും അല്ല ഈ സോഷ്യൽ മീഡിയ. അത് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ. ഇവർ ഈ പ്രഷർ കാണിക്കുന്നത്, ഇവർ ഈ തുള്ളിച്ചാടുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്റെ മറ്റു പ്രേക്ഷകരെ? ഒന്നുമില്ല. ഈ പറയുന്ന ബിഷപ്പ് വന്ന് കമന്റ് ഇടുന്നു. ഈ സോഷ്യൽ മീഡിയ ആരുടെയും കുത്തകയല്ല എന്ന് ഇവർ പറയുമ്പോൾ ഈ ബിഷപ്പിന് ആരുടെയും കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇടാൻ പാടില്ലേ? ബിഷപ്പ് ഒന്ന് ശ്വാസം വിടാൻ പാടില്ലേ? ബിഷപ്പിനോട് പറഞ്ഞിരിക്കുന്നത് എവിടെങ്കിലും കുരിശ് വരച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആര്? ഈ രേണുസുധിയും ഇവരും. വേറെ നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കി. അല്ല ഇനി ഞാൻ ചുമ്മാ പറയുകയെന്ന് വിചാരിക്കും. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. പരിസരത്ത് കാണത്തില്ലല്ലോ ഞാൻ ഇന്ന് നാളെ വീട്ടിൽ കാണുകയല്ലേ. നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീട് അപ്പുറത്താണ്. ഞങ്ങൾ ഇങ്ങനെ കാണും, അവിടെ നിന്ന് കാണും, ഞാനിവിടെ നിന്ന് കാണും. അല്ലേ അച്ഛാ? എന്നിട്ട് പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, ഞങ്ങളൊക്കെ പുറകിലുണ്ടെന്ന്. ലക്ഷം പിന്നാലെന്ന് അച്ഛൻ പറയും. അവിടെ തിരിഞ്ഞു നോക്കുമ്പോ ആരും കാണത്തില്ല. അതുകൊണ്ട് അച്ഛൻ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കും. ഞാനതാ പറഞ്ഞത്. ഇപ്പൊ ഒരു വീട് കൊടുത്തത് കാണിച്ചു. അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ കമന്റ് ഇട്ടു. അയ്യോ, ആർക്കോ കൊടുത്തു. അതെ, അച്ഛൻ പ്രാർത്ഥിച്ച് ഒരു മൂലക്കെങ്ങാണെ ഇരുന്നു എന്നാണ് ഇവിടെ രേണുസുധി പറയുന്നത്. അതായത് അവര് വന്നിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും പോലും. ഈ വസ്തു കൊടുത്ത ആളെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ വന്നിട്ട് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇട്ടൊരു കമന്റ്. ആ കമന്റിനെ ചൊല്ലിയാണ് ഇവരിപ്പോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ പറയുക അദ്ദേഹത്തിന്റെ എന്തോ ഒരു വോയിസ് ഉണ്ടെന്ന്, അതിപ്പോ ഞങ്ങൾ അങ്ങോട്ട് പൊട്ടിക്കുമെന്ന്. നിങ്ങൾ പൊട്ടിക്കേ. നിങ്ങളിപ്പോ പൊട്ടിച്ചു കഴിയുമ്പോഴത്തേന് അദ്ദേഹത്തിന് വരാനിരിക്കുന്ന ആ ഒരു ആലോചന ഇപ്പൊ മുടങ്ങിപ്പോവും, പെട്ടെന്ന് തന്നെ മുടങ്ങിപ്പോവും. അതുകൊണ്ട് അങ്ങ് പൊട്ടിക്കേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം കുരിശും വരച്ച് മൂലയ്ക്ക് പോയി കുത്തിയിരിക്കണം. ഇവരെ പേടിച്ചില്ല, മറ്റേ എന്താ പറയാ, ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് പോയി അതിന്റെ അടിയിൽ പോയി ഇരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പോ അദ്ദേഹം വസ്തു കൊടുത്തിട്ട് അദ്ദേഹത്തിന് സ്വന്തം വസ്തുവിന്റെ അകത്ത് പോലും കിടന്നു പൊറുക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണിപ്പോ. ആരെ കൊണ്ട്? ഈ പറയുന്ന രേണുവിനെ കൊണ്ട്. രേണുവിന്റെ കൂട്ടുകാരിയായിട്ടുള്ള ഈ സജീന, അതോടൊപ്പം തന്നെ ബിഗ് ബോസിന്റെ അകത്ത് പോയിരുന്നില്ലേ ഒരു ഹോട്ട് സീറ്റ്, അവര്, അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചെണ്ണം കൂടെ, ഇവരെല്ലാം കൂടി ഈ പറയുന്ന ബിഷപ്പിനെ പിന്നെയും ടാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇടുകയാണ്. ഇവർ പറയുന്നത് ഈ ബിഷപ്പിന്റെ എന്തോ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്, അത് വിട്ടുകഴിഞ്ഞാൽ തീരാവുന്നുള്ള കാര്യമേ ഉള്ളെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ആക്ച്വലി ഇവരുമായിട്ടൊന്നും യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇതിനു മുമ്പ് ഞാൻ ബിഷപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പറയുന്ന ഇവരുടെ ആരുടെയും നമ്പർ ബിഷപ്പിന്റെ കയ്യിലില്ല, എല്ലാം ബ്ലോക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഒരാളുമായിട്ട് ഒരു ഇതുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
എന്തോ ഒരു റെക്കോർഡിംഗ് ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്നത്. പിന്നെ കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ജോലിക്കാർക്ക് വല്ല ഫോൺ വിളിച്ചിട്ട് വല്ലതും ആയിരിക്കണം കിട്ടിയിട്ടുണ്ടാകുക. അത് എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് പുറത്തു വിട്, അത് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അല്ല പിന്നെ അതിനെന്തിനാ മടിക്കുന്നേ? തുറന്നു വിട്, ഇങ്ങോട്ട് പുറത്ത് വിടട്ടെ. പുറത്ത് വിടുമ്പോഴല്ലേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തുമായാലും വിവാദങ്ങൾ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാണ് ഈ രേണുസുതി. അത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന സജ്ന വന്ന് പറഞ്ഞിട്ടുമുണ്ട് മുമ്പ്. അതൊന്ന് കേട്ടു നോക്കിയേ. കാരണം ഇവിടെ എന്താണ്, എന്ത് പറഞ്ഞാലും അതേ കയറി പിടിക്കും യൂട്യൂബേഴ്സ്. ഞാൻ എന്ത് തോന്നിവാസം വേണമെങ്കിലും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കാം, എനിക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എനിക്ക് റീച്ച് മതി എന്നുള്ള ഒരു കാര്യം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ രേണു. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടുകാരി ഇത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഈ രേണുവിന്റെ ഉദ്ദേശം ഇതാണ്, നമ്മൾ യൂട്യൂബേഴ്സ് ഒക്കെ വെറും പൊട്ടന്മാരാണ്, ഇവർ കാണിക്കുന്നതൊക്കെ റീച്ചിന് വേണ്ടിയാണ്, ഇവരെ എന്താ പറയുക, ഇവരെ സ്നേഹിക്കുന്ന കുറച്ച് പേര് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുത്തില്ലേ, അവരൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നൊക്കെ ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള ഈ സജീന തന്നെ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ബുദ്ധികളാണ് നിങ്ങളെന്ന് എനിക്ക് പറയാൻ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയല്ല രേണുസുതിയുടെ ബുദ്ധി. നിങ്ങൾ ഇത്രയ്ക്ക് വിഡ്ഢികളാണോ? നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴുമെന്നുള്ള കാര്യം 100% അല്ല, 150% രേണുസുതിക്കറിയാം. കാരണം രേണുസുതിക്ക് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് രേണുസുതിയെ വളർത്തിയത്, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ അവർക്ക് ഡൗൺ ആവാൻ മനസ്സില്ല, അവർക്ക് സോഷ്യൽ മീഡിയയിൽ കത്തി തന്നെ നിൽക്കണം. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടേ. അപ്പോൾ എന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് ഡിം ആകുമ്പോഴത്തേക്ക് ഒരേ കണ്ടന്റ് എടുത്തും കിട്ടുകയും ഓരോ വിഷയങ്ങൾ എടുത്തും കിട്ടുക. ഇതാണ്, അതായത് ഒന്ന് ഡൗൺ ആവുന്ന സമയത്ത് ഓരോ കണ്ടന്റുകൾ അങ്ങോട്ട് ഇട്ട് തരും. ഇപ്പൊ ബിഷപ്പിന്റെ ഒരു കണ്ടന്റ് എടുത്തിട്ട് തന്നിരിക്കുകയാണ്. കാരണം എന്തോ ഒന്ന് പൊട്ടിക്കാനുണ്ട്, അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് അങ്ങ് ഇല്ലാണ്ടായി പോകും എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതെന്തായാലും ഒന്നുകൂടെ കേട്ടു നോക്ക്. കാരണം ഒരു മത പുരോഹിതനെയാണ് കൊഞ്ഞണം കുത്തി കാണിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സജിന, നിങ്ങളുടെ മത പുരോഹിതന്മാരെ ഇങ്ങനെ കൊഞ്ഞണം കുത്തി കാണിച്ചാൽ അവർ വിടുവോ? ഇത് ഇദ്ദേഹത്തിന്റെ കീഴിൽ നിരവധി സഭകളുണ്ട്, നിരവധി ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്, മിഷണറി പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള ആളെ ഒരു മൂലയ്ക്ക് പോയി കുത്തിയിരിക്കുന്നു പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. അദ്ദേഹം 30 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു വസ്തു കൊടുത്തിട്ടാണ് അദ്ദേഹം ഇത് കേൾക്കുന്നത് എന്നുള്ള ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ അപ്പുറം. എന്തായാലും ആ സജിന പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കി. സുഖിപ്പിക്കാനായിട്ട് അത് അവിടെ ഒരു വോയിസ് റെക്കോർഡ് കയ്യിൽ ഇരിപ്പുണ്ട്. ഈ വിക്കപ്പഞ്ഞ പറയുന്ന ആളുടെ അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തീരുമല്ല. കണ്ടല്ലോ നിങ്ങള്, കൊഞ്ഞണം കുത്തി കാണിക്കുക ഒരു മതപുരോഹിതനെ. ഇതാണ് ഇവരുടെ പരിപാടി. ഇവര് കൂട്ടത്തോട് ഇതാണ് പരിപാടി. സത്യം, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഞാലിയാൻകുഴിയിലുള്ള ആ ഒരു ദളിത് കോളനി കിടന്ന ഇവർക്ക്, വീടും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വാടകയ്ക്ക് കിടന്ന ഇവർക്ക് 24-ന്റെയും അതോടൊപ്പം തന്നെ അവരുടെ ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടെ വന്ന് ബിഷപ്പിനോട് പറഞ്ഞു ഒരു സ്ഥലം കൊടുക്കാമോ എന്ന്. ആ സമയത്ത് ബിഷപ്പിന്റെ കണ്ണായ ഒരു സ്ഥലം കൊടുത്തു. ഒരു 30 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു സ്ഥലം കൊടുത്തതാണ് ഇവർക്ക്. എന്നിട്ടാണ് ആ ബിഷപ്പ് ഇന്ന് ഇതൊക്കെ അനുഭവിക്കുന്നത്. അദ്ദേഹം ഒന്നിനും വരുന്നില്ല. അന്ന് ഈ രേണുസുതി ബിഷപ്പിനെ വലിച്ചിട്ടതാണ്. ഏതാണ് ഇവർക്ക് വീട് കൊടുത്തത്? ഈ പറയുന്ന ബിഷപ്പിന്റെ സ്ഥലം വിറ്റുപോകാനാണ് എന്ന് ഇവര് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി മീഡിയക്കാരെയും കൊണ്ട് പറയിപ്പിച്ചതിന് പ്രതികരിച്ചായിരുന്നു ബിഷപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഫിറോസിനെ ഇതിലേക്ക് ഫിറോസിനെ വലിച്ചിട്ടപ്പോ എന്തായിരുന്നു, ആ വീട് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടങ്ങി. ഈ പറയുന്ന നമ്മുടെ ഈ താജിനെ വലിച്ചിടുന്നു. താജിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്റെ തന്തയാണോ എന്ന് ചോദിക്കുന്നു. അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇയാളാരാ, എന്റെ തന്തയാണോ താജിദ്? അല്ലല്ലോ, താജിദ് തന്തയൊന്നും അല്ല. ഇനി ഒരു കാര്യം കേട്ടോ, ഇതാണ് പരിപാടി. പിന്നെ ഇന്നലെ ഈ കിച്ചു വന്നിട്ട് വളരെ വ്യക്തമായിട്ടൊരു കാര്യവും പറഞ്ഞു. ആ വീട്ടിനെ കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല. ആ വീട് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾക്ക് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ അകത്ത് മെയിൻ്റനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നെ ചെയ്യണം എന്നാണ് ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥതയിലുള്ള ആള്, അതായത് കിച്ചു. പിന്നുള്ളത് ഋതപ്പനാണ്. ഇവര് വലിഞ്ഞു കയറി ഇതിൻ്റെ അകത്ത് കയറി കിടക്കുന്നതുമല്ല, ഈ തൊട്ടടുത്ത് കിടക്കുന്ന ബിഷപ്പിനെ പറയാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നത്. ഈ സജിനയൊക്കെ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, പിന്നെ മറ്റവര് വന്നിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതിന്റെ ഓണർ, ഈ വീടിന്റെ ഓണറായിട്ടുള്ള കിച്ചുവിനോ ഋതപ്പനോ യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേണുസുതിക്കും അച്ഛൻ തങ്കച്ചനും ഈ സജിനയ്ക്കും മറ്റേവർക്കും സോക്കേട്. ഇപ്പൊ പിന്നൊരു വിഷയം കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ബിഷപ്പിനെതിരെ വേറെ എന്തോ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടെന്ന് പോലും. വോയിസ് റെക്കോർഡൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് വിടേ, ഞങ്ങൾ കേൾക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ചേച്ചി ഇപ്പോഴും അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അങ്ങ് നിറഞ്ഞു നിൽക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറയാം. എത്ര ഉയർന്നു പറഞ്ഞാലും താഴെ വന്നിട്ടേ ഉള്ളൂ സമ്മാനം. അതുകൊണ്ട് തന്നെ രേണുസുതി കുറച്ചൊക്കെ ഒന്ന് അടങ്ങും. നിങ്ങൾ ഇപ്പം ഈ പറയുന്ന കുറെ മീഡിയക്കാരെയൊക്കെ കൂടെ കൊണ്ട് നടന്ന് നിങ്ങൾ പറയുന്ന എല്ലാ മണ്ടത്തരങ്ങളും, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഓരോ അലിഗേഷൻ വെക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് ഞങ്ങൾ.
അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏത് പൊസിഷനിലായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് എന്താവണം, നിങ്ങൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം. അതിനുവേണ്ടി നിങ്ങൾ ആരെ കുറിച്ച് എന്തും പറയും അല്ലേ? അതാണ് നടക്കുന്നത്. ഇതുപോലെ ഫിറോസ് ആ വീടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കിയേ. ഫിറോസിനെയൊക്കെ ആദ്യം ദൈവത്തെ പോലാണ് കണ്ടത്. ഈ പറയുന്ന ബിഷപ്പിനെ ദൈവത്തെ പോലെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ബിഷപ്പിനെ ഒരു സ്ഥലത്ത് നിന്ന് അടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഫിറോസിനെ ദൈവത്തെ പോലെ കണ്ടു. പിന്നെ ഫിറോസിന് ഇട്ട് ഒരു കൊട്ടങ്ങോട്ടും കൊടുത്തു. എന്നിട്ട് ഫിറോസ് പറയുന്ന കാര്യം കേട്ടു നോക്കി. അന്ന് നമ്മളവിടെ പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു. അവിടുത്തെ വീട് എന്ന് പറയുന്നത് മഹാലമ്പാക്കിയിട്ട് ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ശാരീരിക മറ്റുള്ളവരും പറയും, ഈ ശാരീരികമൊക്കെ പോയിട്ട് അവിടുത്തെ വീടിന്റെ ആ ടോയ്ലറ്റിന്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യട്ടെ. എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നത്. വളരെ മോശമായ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. അവർക്ക് അറിയില്ല ഒരു വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെന്ന് അറിയില്ല. എന്നിട്ടും അവർ എന്താ പറയുക, വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് എന്തോ ഒരു എന്നെ എന്തൊക്കെയാ സ്ത്രീ വിളിച്ചെന്ന് പറയും. ആ സ്ത്രീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ആ സ്ത്രീയും ഞാനും തമ്മിൽ കുറേ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഡിസ്കഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ വീടിന്റെ സമയത്ത് നടന്നിട്ടുണ്ട്. അന്ന് ദൈവവും അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ദൈവത്തിന്റെ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെയാണ് എന്നെ അവർ വിളിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും സംസാരിച്ചിരുന്നതൊക്കെ. ആ നാവ് കൊണ്ട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ സ്ത്രീ എന്നെ ഉപമിച്ചിരുന്നതൊക്കെ. ഞാനതിന് മറുപടി പറയാനോ ഒന്നിനും പോയിട്ടില്ല. നമുക്കതിന്റെ ആവശ്യമില്ല. നമുക്ക് അവരുടെ ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അവർ ഒരു ലെവലുണ്ട്, നമുക്കൊരു ലെവലുണ്ട്. എനിവേ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കിച്ചു തന്നെയാണ് അതിന്റെ യഥാർത്ഥ അവകാശി. കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിന്റെ ആ വീടിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. കേട്ടല്ലോ, കിച്ചു എന്ന് ആ വീട്ടിൽ വന്ന് താമസിക്കുന്നു അന്ന് ആ വീട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ റെഡിയാക്കി കൊടുക്കുമെന്നാണ് ഈ ആര് പറഞ്ഞേക്കുന്നത്, ഫിറോസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ പറയുന്ന രേണുസുതിയോടും പിന്നെ കൂട്ടുകാരോടും അവരുടെ വീട്ടുകാരോടും ഒക്കെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ പറയുന്ന ബിഷപ്പിനെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അതായത് നിങ്ങൾക്ക് വസ്തു തന്ന ഒരു ബിഷപ്പിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. എന്ത് പറഞ്ഞ്, ഞങ്ങളുടെ ഒരു വോയിസ് റെക്കോർഡ് ഇരിപ്പുണ്ട്, അത് ഞങ്ങൾ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് ആ വോയിസ് അങ്ങ് നിങ്ങൾ പൊട്ടിക്കേ. നിങ്ങൾ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിങ്ങൾ എന്താ അതിൽ നിന്ന് നേടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് കാണട്ടെ. അത് നിങ്ങൾ ചെയ്യേ. അഹങ്കാരം തലയ്ക്ക് മൂത്ത് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക എല്ലാത്തിന്റെ ഒരു അവസാനമുണ്ട് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിലൊക്കെ നിൽക്കും. കുറച്ചുനാള് അടി എങ്ങനെ കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് പുറകാലം മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.